ഹലോ ഗായ്സ്, KL ഓൺ റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സംഗതി വലിയ പെരുന്നാളാണ്. ഇപ്പോൾ റൂമിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഷാർത്തിക്കാനോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എണീക്കുമ്പോൾ വിളിക്കണമെന്ന്. കാരണം 4 മണിയായപ്പോൾ ഷാർത്തിക്ക വിളിച്ച് എണീച്ച്. പിന്നെ റൂമിൽ റിയാസും രാജുവാണ് ഉള്ളത്. ഓലാണെങ്കിൽ റിഗിൽ ഡ്യൂട്ടിക്ക് പോയതാണ്. റിഗിന് പെരുന്നാൾ എന്നുള്ള കണക്കൊന്നുമില്ലല്ലോ. എപ്പോഴാണ് വിളി വരുന്നതെന്ന് വെച്ചാൽ അന്നിപ്പോൾ ഇവർ ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകും. അതാ കണക്ക്. പിന്നെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷമൊക്കെ കുറവായി എണീച്ചപ്പോൾ തന്നെ. എന്താ വെച്ചാൽ റൂമിൽ ആരുമില്ല. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. പിന്നെ ഈ ഒരു കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ആവേശം ഏതായാലും ഇല്ല. പിന്നെ ഷാർത്തിക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ പെട്ടെന്ന് പിന്നെയും വിളി വന്ന് അങ്ങനെ പെട്ടെന്ന് എല്ലാം മാറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് 5 മണിക്കാണ് നിസ്കാരം. 5 മണി ഒരു 4:45 ആകുമ്പോൾ എന്തെങ്കിലും അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് സെറ്റായി കിട്ടണ്ടേ. അങ്ങനെ എല്ലാം മാറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ പോണ് ഷാർത്തിക്കാൻ്റെ അടുത്തേക്കാണ്. ഷാർത്തിക്കാർ റോഡ്മേൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും പുറത്തിറങ്ങി. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അതാ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലാണ് പിന്നെ എൻ്റെ റൂം ഉള്ളത്. അങ്ങനെ നേരെ ഷാർത്തിക എൻ്റെ അടുത്തെത്തി. ഷാർത്തിക്കാണ് നടന്ന് വരുന്നത്. ഷാർത്തിക്കാണ് പിന്നെ ഞങ്ങളെ കൂടെ നേരെ പള്ളിയിലേക്കാണ്. മുസല്ലയൊക്കെ എടുത്തിരിക്കുന്നു. ഷാർത്തിക്കാൻ്റെ കയ്യിൽ മുസല്ല കണ്ടപ്പോഴാണ് എന്നോട് സംഗതി അവൻ മറന്നു വയ്ക്കുന്നത്, മുസല്ല എടുക്കേണ്ടിയിരുന്നുള്ളത്. പിന്നെ ഷാർത്തിക പറഞ്ഞു അതന്നെ മതി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നുമൽ അങ്ങനെ ഏതായാലും പിന്നെ പള്ളിയിലെത്തി. മുക്കിയേക്ക് മാർക്കറ്റിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. ഏതായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് അമീനോടൊക്കെ ഈദ് മുബാറക്ക് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ചേർത്ത് റൂമിലേക്കാണ് നേരെ. അപ്പോൾ ഭക്ഷണം വാങ്ങണം രാവിലെ. അപ്പോൾ നേരെ ഹോട്ടലിൽ പോയി കുറച്ച് പത്തിരിയും മട്ടൻ കറിയോ അതും വാങ്ങി റൂമിൽ വന്ന് കഴിച്ച്. പിന്നെ അടുത്ത പരിപാടി ഒന്നുമില്ല. നേരെ നമ്മൾ സ്വന്തം റൂമിൽ തന്നെ വരിക, കിടന്നുറങ്ങുക. എന്താ വെച്ചാൽ ഷാർത്തികാവൊക്കെ ഡ്യൂട്ടി ഉണ്ട്, എല്ലാവർക്കും ഡ്യൂട്ടിയാണ്. ഒരു ഉച്ചയായപ്പോണ്ട് ബാവ വിളിക്കുന്നു, വേഗം എണീക്കുന്നു. നല്ല ഉറക്കിലായി. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാവൻ്റെ വീട്ടിലേക്കാട്ട് പോയി. അവിടെ അല്ലേ ബിരിയാണി ഉണ്ടാക്കി ചെയ്യും. അത് കഴിച്ച് പിന്നെ ഡ്യൂട്ടി ഉണ്ട്. ഇതൊരു വണ്ടി പഞ്ചറായി കിടക്കുന്നുണ്ട്. പഞ്ചറല്ല, ടയർ പൊട്ടി കിടക്കുന്നുണ്ട് മരുഭൂമിയിലിടെ വന്ന്. അപ്പോൾ അതിന് 2 ടയർ കൊണ്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ 2 വണ്ടിക്ക് ഡീസൽ അടിക്കണം. ഇതൊക്കെയാണ്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് അതായത് തൊട്ടപ്പുറത്ത് കുട്ടിക്കാൻ്റെ റൂമിൽ പോയിട്ട് ഫ്രൂട്ട് സലാഡും കഴിച്ച് നേരെ ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ ഇറങ്ങി. അതിൽ ടയർ അതിൻ്റെ മുകളിൽ കയറ്റി. ഇനി സൈറ്റിൽ 2 വണ്ടി ഉണ്ട് ഡീസൽ കൊടുക്കാണ്ട്. പിന്നെ ടയർ പൊട്ടിക്കിടക്കുന്ന വണ്ടിയുണ്ട്. വണ്ടിയിൽ ഡീസൽ കുറവായതിനെ കൊണ്ട് നേരെ പോയത് പമ്പിലേക്കാണ്. പമ്പിൽ പോയി കുറച്ച് ഡീസൽ നിറച്ച്. പിന്നെ ഷാർത്തിക ഡ്യൂട്ടി എടുക്കുന്ന പമ്പാട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഷാർത്തികായും ഷെരീഫ് കാവായിട്ട് സംസാരിച്ചിങ്ങനെ നിന്ന് അപ്പോഴേക്ക് ഡീസൽ ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ സൈറ്റിലേക്കാണ് പോകുന്നത്. ഒരു ലൊക്കേഷൻ തന്നിക്കുന്നത്. ലൊക്കേഷൻ ഇങ്ങനെ ഒരു മരുഭൂമിൻ്റെ ഉള്ളിൽ കാണും. അത് നോക്കി ഞങ്ങളങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നമ്മളെ ടയർ പൊട്ടിക്കിടക്കുന്ന വണ്ടീൻ്റെ അടുത്തെത്തി. അപ്പോഴേക്കും പഞ്ചറടിക്കുന്ന ആൾ വന്ന് ടയറൊക്കെ അയച്ച് സെറ്റായി നിൽക്കുക. ടയറിന് നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ ടയറൊക്കെ പെട്ടെന്ന് ഇറക്കി കൊടുത്ത് അങ്ങനെ ഏതായാലും പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോവുകയാണ്. വാവന ഒരു ഫാമിലി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെരുന്നാളായിട്ടോ പോകണമെന്നും പറഞ്ഞു. ഇന്നാണെങ്കിൽ റജീബ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റൂമിലെത്തിയിട്ട് വിളിക്കാൻ. അപ്പോൾ വൈകുന്നേരം അങ്ങോട്ടോ ഇറങ്ങാമെന്നും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കിയിട്ടോ.